ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കുറ്റിയും പറിച്ചുകൊണ്ട് പോകാനായി തീരുമാനിച്ചിരിക്കുന്ന പ്ലേസാണ് സാമ്പ്രാണിക്കൊടി. അതായത് നമ്മുടെ കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്കാണ് നമ്മൾ ഇന്ന് എല്ലാവരും പോകാനായി തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ ഭർത്താവ്, എൻ്റെ അമ്മ, അനിയത്തിയുണ്ട്, പിന്നെ എൻ്റെ ഡാഡീസ് വന്നില്ലായിരുന്നു, പിന്നെ ചേട്ടൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയായിട്ട് എല്ലാവരും കൂടി ചേർന്ന് സാമ്പ്രാണിക്കൊടിയിലേക്ക് എത്തുകയാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കോ അവിടെ നിന്നും എന്തായാലും ഒരു ബോട്ട് സർവീസ്, അതായത് ഒരു 150 രൂപ മുടക്കിയ ശേഷം, അതായത് ഒരാൾക്ക് 150 രൂപ മുടക്കിയ ശേഷം അവർ ആ ബോട്ടിൽ നിന്നും നമ്മളെ മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് ഈ ഐലൻഡിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ആ ബോട്ടിൽ നിന്നും അവിടെ കൊണ്ടെത്തിച്ച് നമ്മൾ അവിടെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇറക്കി വിട്ട ശേഷം നമ്മൾക്ക് അങ്ങോട്ട് നീളം നടക്കാം. എത്ര നേരം വരെ വേണമെങ്കിലും നടക്കാമെന്നുള്ള സമയമൊന്നുമില്ല. ആകെപ്പാടെ 1 മണിക്കൂർ അവർ തരുന്നുള്ളൂ. ആ 1 മണിക്കൂർ ടൈം കൊണ്ട് നമുക്കവിടെ മൊത്തം നടന്ന്, അതായത് വെള്ളത്തിനകത്ത് നടന്ന് ചുറ്റി കാണാം. ഏകദേശം മുട്ടിട്ടത്ര വെള്ളമുണ്ട്. പിന്നെ അവിടെ കുറേ മരങ്ങളുമുണ്ട്. ആ മരങ്ങളിൽ കയറി പല തരത്തിലുള്ള ഫോട്ടോസും എടുക്കുക. ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് വരുന്ന ആൾക്കാരും നമ്മളും ഉൾപ്പെടെ എല്ലാവരും. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളൊരു സാറ്റർഡേ ആണ് തിരിച്ചത്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ ബോട്ടിലൂടെ അവരവിടെ കൊണ്ടെത്തിച്ച ശേഷം നമ്മളവിടെ ഏകദേശം ഒരു 1.5 മണിക്കൂർ വരേക്കും അവിടെ എൻജോയ്മെൻറ്റ് ചെയ്തായിരുന്നു. അതിനിടയിൽ നമുക്കൊരു തളർച്ചയോ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ പോലും അവിടെ അതിനുള്ള സൗകര്യമുണ്ട്. കുറച്ച് കച്ചവടക്കാരൊക്കെ അവിടെ വരുന്നവർക്കായിട്ട് മാമ്പഴത്തിൻ്റെയും അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ, നാരങ്ങ, അതുപോലെ കാരക്ക, അങ്ങനെ കുറച്ച് ഐറ്റംസും ഉണ്ട്. കൂടാതെ മിനറൽ വാട്ടേഴ്സ് അങ്ങനത്തതും അവരവിടെ കരുതിയിട്ടുണ്ട്. പോകുന്നവർക്ക് ആവശ്യമുള്ളത് അതിൽ നിന്നും വാങ്ങിച്ച് കഴിക്കാം. അതിനുശേഷം നമ്മളിങ്ങനെ ഞങ്ങളവിടെ ചെന്ന മുതലേ ഞങ്ങൾ ഫോട്ടോ എടുപ്പും ബഹളമായിരുന്നു. എല്ലാവരും വെള്ളത്തിനകത്ത് നിന്ന് പല പോസിലുള്ള ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് തൊട്ടടുത്ത് കുറച്ച് വഞ്ചിക്കാർ വരുന്നത്. വഞ്ചിക്കാർ വന്നിട്ട് അവർ ഞങ്ങളെ വിളിക്കുകയാണ്. അതിലേക്ക് പോയാൽ അവർ ഏകദേശം ആ ഒരു സാമ്പ്രാണിക്കൊടി ഐലൻഡ് ഏകദേശം മൊത്തത്തിലൊന്ന് ചുറ്റിക്കും. അതിനായിട്ട് ഞങ്ങൾ എല്ലാവരും പോണ്ടേ എന്നും പറഞ്ഞിരുന്നപ്പോഴത്തേക്കാണ് എൻ്റെ ഭർത്താവ് അവിടുന്ന് വിളിച്ചുകൊണ്ട് വരുന്നു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോസ് ഞാനും എൻ്റെ അനിയത്തി എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ തന്നെ ആ വള്ളത്തിലേക്ക് ചാടിക്കയറി. അങ്ങനെ ആ വള്ളത്തിലൂടെ ഞങ്ങളങ്ങനെ മൊത്തം ചുറ്റിച്ച് കറങ്ങി വീണ്ടും ഇവിടെ വന്നു. അങ്ങനെ ഇവിടെയും കുറച്ച് നേരം കഴിഞ്ഞു. നമ്മുടെ ടൈം ഓവറായി. പിന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ചാടി കയറി അടുത്ത ബോട്ടിൽ നിന്നും തിരിച്ച് ഞങ്ങൾ എവിടെ നിന്നാണോ കയറിയത് അവിടെ കൊണ്ട് ഞങ്ങളുടെ ബോട്ട് വിട്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഓർത്തത് അവിടെ സാമ്പ്രാണിക്കൊടി ഐലൻഡ് എന്നും പറഞ്ഞ് അതിൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടില്ല. ഞങ്ങളത് വളരെ മിസ്സായിപ്പോയി. അതിൻ്റെ മുന്നിൽ നിന്നും ഫോട്ടോ എടുക്കുന്നതൊക്കെ വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു. അങ്ങനെ നൈറ്റ് കുട്ടികളും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് വളരെ ഡാൻസും വളരെ എൻജോയ്മെൻ്റ് ആയിരുന്നു. ബസ്സിൽ നിന്നും പാട്ടും കൂത്തും അങ്ങനെ എല്ലാം കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീടെത്തി. ഓക്കെ, ബൈ ബൈ, സീ യു. ലോകം കാണാം തേരാപ്പാര ഞെട്ടി ഹൃദയം പൊട്ടി വഴിയും തെറ്റി വിടത്തി സിറ്റി നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണി കെട്ടി ഒരു